بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. بسم الله الرحمن الرحيم. إنهم فتية آمنوا بربهم وزدناهم هدى. ബഹുമാന്യരായ സാദാത്തുക്കൾ, പണ്ഡിത നേതാക്കൾ, പ്രസ്ഥാന കുടുംബത്തിലെ സാരഥികൾ, സ്വത്വ അംഗങ്ങൾ, സഹൃദയരായ സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ 60ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ സ്വാഗത സംഘ പ്രഖ്യാപന സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. സമ്മേളന പ്രമേയമായി നാം സ്വീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത സമർപ്പിത യൗവനം സാർത്ഥക മുന്നേറ്റം എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് ഹ്രസ്വമായ സമയത്തിനകം ചിലതു പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. യൗവനം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാലമാണ്. പരിശുദ്ധ ഇസ്ലാം ഈ ദശക്ക് വളരെ വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിലെ പ്രധാന ജീവി. മനുഷ്യനോളം പ്രാധാന്യമുള്ള, മഹത്വമുള്ള മറ്റൊരു ജീവി ഈ ഭൂമുഖത്തില്ല. മനുഷ്യ ശരീരം നിരവധി അവയവങ്ങളാൽ നിർമ്മിതമാണ്. ഈ അവയവങ്ങൾ അതിസൂക്ഷ്മ കണങ്ങളുടെ സംയുക്തവുമാണ്. ഈ അവയവങ്ങളുടെ കൂട്ടത്തിൽ ഹൃദയത്തോളം മഹത്വമേറിയ മറ്റൊരു അവയവവുമില്ല. പ്രപഞ്ചം വളരെ വിശാലമാണ്. ശാസ്ത്രത്തിന്റെ നിഗമനങ്ങളും കണ്ടെത്തലുകളും നമ്മുടെ ഊഹങ്ങൾക്കപ്പുറത്തേക്ക് പ്രപഞ്ചത്തിന്റെ വിസ്തൃതിയെ കൊണ്ടുപോകുന്നു. ഈ പ്രപഞ്ചത്തിൽ ഭൂമി എന്ന തുരുത്തിൽ നിശ്ചിത കാലത്തേക്ക് അള്ളാഹുവിന്റെ പ്രാതിനിധ്യവുമായി നിയോഗിക്കപ്പെട്ടവരാണ് മനുഷ്യരായ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സമ്പന്നമായ ദശയാണ് യൗവനം. ഈ യൗവനത്തെ നന്മയുടെ മാർഗത്തിൽ സമർപ്പിക്കുക എന്ന അതിമഹത്തായ ഒരു ആശയത്തെയും ആ ആശയത്തിന്റെ സമർത്ഥനത്തിനും സാഫല്യത്തിനുമായി 60 ആണ്ടുകാലത്തെ ഈ സംഘടനയുടെ മുന്നേറ്റപരമായ പ്രവർത്തനങ്ങളും തുടർന്നുള്ള മുന്നേറ്റങ്ങളുമാണ് ഈ പ്രമേയം കൊണ്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യുവലോകത്തെയാണ് എല്ലാവർക്കും ആവശ്യം. യുവത വേട്ടക്കാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇരപിടുത്തത്തിന്റെ ആളുകൾ എമ്പാടും ഭൂമിയിൽ. എല്ലാവർക്കും വേണ്ടത് യുവാക്കളെയാണ്. യുവത്വം ഒരിക്കൽ പോലും അവരുടെ പ്രായപരമായ ചാപല്യം കൊണ്ട് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. മുതിർന്നവരുടെ പക്വമായ നേതൃത്വത്തിന് കീഴിലാണ് തങ്ങൾ എന്നുള്ള തെറ്റുദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ വികലമായ ചില വിളികൾക്ക്
ഉത്തരം നൽകാൻ യുവത നിർബന്ധിക്കപ്പെട്ടപ്പോഴാണ് യുവത വഴിമാറി ഒഴുകുകയും ദിശ മാറി ചിന്തിക്കുകയും ചെയ്തത്. ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ യുവതയോട് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന് വ്യക്തമായി ഒന്നു പറയാനുണ്ട്. വേട്ടക്കാർക്കെതിരെ നിതാന്ത ജാഗ്രത പുലർത്തുക. വേട്ടക്കാരുടെ ഉപകരണങ്ങൾ വളരെ പ്രഹരശേഷി കൂടിയതാണ്. ആ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രത്യക്ഷത്തിൽ ആകർഷകങ്ങളുമാണ്. ആകർഷകങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന അപകടകാരികളായ ഉപകരണങ്ങൾ കൊണ്ട് ആധുനിക യുവത വേട്ടക്കാരുടെ നടുവിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ലോകതലത്ത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. യൗവനം നിർമ്മാണത്തിനുള്ളതാണ്, നശീകരണത്തിനുള്ളതല്ല. നാശം മനുഷ്യന്റെ കുളം തോണ്ടും. അതുകൊണ്ട് തന്നെ അവന്റെ ജന്മസാഫല്യത്തിന് മുമ്പിൽ അത് വിലങ്ങു തീർക്കും. ജന്മസാഫല്യവും സായുജ്യവും ലഭ്യമാകാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദർശനിഷ്ഠമായ ഒരു വഴിയിലൂടെയുള്ള പ്രയാണമേ ഉപകാരം ചെയ്യൂ എന്ന തിരിച്ചറിവ് ആധുനിക യുവതയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി നാം സമർപ്പിക്കുകയാണ്. ഇരപിടുത്തക്കാരുടെ ആയുധങ്ങളിൽ ഒരുപാട് മയക്കുവെടികളുടെ ഉപകരണമാണ്. ലഹരികൾ അവയിൽ മുന്തി നിൽക്കുന്ന ഉപകരണമാണ്. ലഹരി എന്ന് പറയുമ്പം പദാർത്ഥ ലഹരി മാത്രമല്ല, ദ്രാവക രൂപത്തിലോ വാതക രൂപത്തിലോ ഖരരൂപത്തിലോ ഉള്ള ലഹരികൾ മാത്രമല്ല, അദൃശ്യമായ കുറേയേറെ ലഹരികളിൽ ആധുനിക യുവതയെ തളച്ചിടുന്ന ഒരു തരം പ്രതിഭാസം ആധുനികതയുടെ മുഖമുദ്രതയായി നമ്മുടെ മുമ്പിലുണ്ട്. ഇത് തിരിച്ചറിയാൻ യുവലോകത്തിനു സാധിക്കും. ഒന്ന് അധികാരത്തിന്റെ ലഹരിയുണ്ട്, മറ്റൊന്ന് സമ്പത്തിന്റെ ലഹരിയുണ്ട്. വംശീയതയും വർഗബോധവും ലഹരിയായി മൂക്കുന്ന അവസ്ഥയുണ്ട്. ദേശീയത സങ്കുചിത ദേശീയതയിലേക്ക് വഴിമാറിയിട്ട് അപകടകരമായ ലഹരിയുടെ രൂപഭാവം പ്രാപിച്ചതുകൊണ്ടാണ് ലോക ചരിത്രത്തിലെ 1ഉം 2ഉം മഹായുദ്ധങ്ങൾ നടന്നത്. വംശീയതയും വർഗീയതയും കൂടി ചേർന്നുകൊണ്ട് സങ്കുചിത ദേശീയതയുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു തരം ധൂമലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്നതും വേറെ ഒരു സത്യമാണ്. അതുപോലെ തന്നെ സംഘടനാ ലഹരിയുണ്ട്. സംഘടനാ ലഹരിയോടൊപ്പം പദാർത്ഥ ലഹരികൾക്ക് പുറമെ ആനന്ദത്തിന്റെ ലഹരി എന്ന് വിളിക്കപ്പെടുന്ന ആധുനികമായ ആഭാസ ലോകത്തിന്റെ വിക്രിയകളും ലോകത്തിന്റെ മുമ്പിൽ ഇന്നുണ്ട്. ഇവയെ കുറിച്ചെല്ലാം നല്ല ബോധത്തോടു കൂടി എല്ലാ ലഹരികളും മനുഷ്യനെ ഭ്രാന്തനോ മനുഷ്യനെ മൃഗമോ ആക്കുന്നുണ്ട്. മനുഷ്യൻ മനുഷ്യനായി ജീവിക്കേണ്ടതുണ്ട്. ആ ജീവിതത്തിന് അവന് ആവശ്യമായ ഉപദേശപരമായ ഇടപെടലുകൾ അനിവാര്യമായ ഒരു ഘട്ടമാണ് നാം ഇന്ന് ജീവിക്കുന്ന ഈ ലോകം. ഇവിടെയാണ് SYS ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സേവനമാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ മുഖമുദ്ര. ആർക്കു വേണ്ടിയാണ് നാം സേവനം സമർപ്പിക്കുന്നത്? എല്ലാവർക്കും വേണ്ടി, എല്ലാറ്റിനു വേണ്ടി. മനുഷ്യർ പരസ്പര ആശ്രിതരാണ്. ഒരാൾക്ക് ഈ ഭൂമിയിൽ ഒറ്റക്ക് നിലനിൽക്കാൻ കഴിയില്ല, ഒരാൾക്കും സാധിക്കില്ല. മനുഷ്യൻ ഞാൻ എന്നെ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ശരീരം പോലും ചെറുതായ അതിസൂക്ഷ്മങ്ങളായ അനേകം കണങ്ങളുടെ സംയുക്തമാണ്. അങ്ങനെയുള്ള ഞാനെന്ന് എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെയും യഥാർത്ഥത്തിൽ ഞാൻ എന്നത് അനേകം ഘടകങ്ങൾ ചേർന്ന ഒരു സംയുക്തമാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാകുമ്പോൾ എന്റെ ശരീരം പോലും ഏകമല്ലെങ്കിൽ ഈ ലോകത്ത് ഒറ്റക്ക് അന്യനെ ആശ്രയിക്കാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. അന്യനെ ആശ്രയിച്ച്
എനിക്ക് ജീവിച്ചു മുന്നോട്ട് പോകാനല്ല, നമുക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കലാണെന്നുള്ള സേവനത്തിന്റെ വളരെ അടിസ്ഥാനപരമായ അർത്ഥതലങ്ങളിലേക്ക് ഈ പ്രസ്ഥാനം കേരളീയ യുവതയെ, ലോക യൗവനത്തെ ഒരിക്കൽ കൂടി വിളിക്കുകയാണ്. പരിസ്ഥിതിയോടും ആവാസ വ്യവസ്ഥയോടും നാം സേവന മനോഭാവം പുലർത്തണം. പരിസ്ഥിതി എന്ന് പറയുന്നതിന് ആഘാതമേൽക്കുമ്പോൾ അതിന്റെ തിരതള്ളൽ നമ്മയും ബാധിക്കും. പാരിസ്ഥിതികമായ ആഘാതമേൽപ്പിക്കുമ്പോൾ ഭൂമി എന്ന വിശാലമായ ഈ തുരുത്ത് അതിന്റെ ഒരു പിടയലും പ്രകമ്പനവും സൃഷ്ടിക്കുന്നത് ഏതോ ഒരു സുമാത്രയിലായിരിക്കും. സുനാമി നിങ്ങൾ കേട്ടതാണ്. ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലായിരുന്നു സുനാമിയുടെ പ്രഭവ കേന്ദ്രമെങ്കിൽ സുനാമിക്ക് ഇടവരുത്തിയ പാരിസ്ഥിതികമായ ആഘാതം അത് ഇന്തോനേഷ്യക്കാരുടെ മാത്രം ഇടപെടൽ കൊണ്ട് സംഭവിച്ച പ്രകമ്പനപരമായ തിരതള്ളലായിരുന്നില്ല എന്ന സത്യം ഈ സമയത്ത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരിസ്ഥിതിയോടും ആവാസ വ്യവസ്ഥയോടും നാം സേവനം ചെയ്യേണ്ടതുണ്ട്. എല്ലാറ്റിനോടും എല്ലാവരോടും മാന്യമായി ബഹുമാനത്തോടുകൂടി നാം ബാധ്യതകൾ നിർവഹിക്കേണ്ടതുണ്ട്. പരിധി വിടാൻ ഒരിക്കലും നമുക്ക് പാടില്ല. സുരക്ഷിതരും എല്ലാവർക്കും അവകാശപ്പെട്ടതുമായ അവകാശങ്ങളെ വകവച്ചു കൊടുക്കുന്ന, അതിക്രമങ്ങളെ എതിർക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ സമർപ്പണ മനസ്സ് പോകേണ്ടതുണ്ട്. ഇവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ സംഘടനാപരവും ദുർവ്യാഖ്യാനപരവുമായ മാനുഷിക വിപത്തുകളുടെ വേലിയേറ്റം നാം കാണുന്നത്. ഇസിൽ ഇന്നൊരു ചർച്ചയാണ്. ഇതിനു മുമ്പ് മറ്റു പല തീവ്രവാദ പ്രസ്ഥാനങ്ങളും ചർച്ചയ്ക്കു വിധേയമായി. തീവ്രവാദപരമായ ലൈനിലേക്ക് മതസംഹിതകളെ കുടിയിരുത്തിയിട്ട് മതത്തെ കളങ്കപ്പെടുത്തുകയും മതത്തിന്റെ വളർച്ചയെ മുരടിപ്പിക്കാനുള്ള ശ്രമത്തിന്റെയും ഭാഗമായി അന്യരുടെ കൈകളിലെ ഉപകരണങ്ങളായി ചിലർ മാറിയതിന്റെ തിക്തഫലമാണ് ഇസിൽ പോലത്തെ പ്രസ്ഥാനങ്ങളുടെ വരവിന് കളമൊരുക്കിയത്. സിദ്ധാന്തപരമായ അതിന്റെ ഉള്ളറകളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഭീകരവാദപരവും തീവ്രവാദപരവുമായ വർഗീയവും വംശീയവുമായ ധാരാളം അതിക്രമങ്ങൾ ലോകത്തിന്ന് നടക്കുന്നുണ്ട്. ഈ നടക്കുന്ന പ്രവർത്തനങ്ങളെ മുഴുവൻ തിരിച്ചറിയാൻ പോകുന്ന ക്രയപരമായ ക്രിയാപരമായ ഇടപെടലുകളിലേക്ക് ഈ പ്രസ്ഥാനം യുവാക്കളെ ക്ഷണിക്കുകയാണ്. സമർപ്പണത്തിന്റെ മേഖലയിൽ നാം ഇവിടെ പറയുന്നു, നാം ജനങ്ങളെ സഹായിക്കുക. ജനങ്ങളെ നാം സഹായിക്കുന്നത്, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ നാം സ്നേഹിക്കുന്നത്, അവയ്ക്ക് വേണ്ടി നാം സ്നേഹം വകവച്ചു നൽകുന്നത് പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കിയല്ല, മറിച്ച് അത് തികഞ്ഞൊരു സമർപ്പണമാണ്. ഈ സമർപ്പണത്തിന് സിദ്ധാന്തപരമായി ഇസ്ലാം വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ സമർപ്പണത്തിന് രണ്ട് മുഖമുണ്ട്. ഒന്ന് ഇബാദത്താണ്, മറ്റൊന്ന് ഖിദ്മത്തുമാണ്. ഇബാദത്ത് അള്ളാഹുവിനാണെങ്കിൽ ഖിദ്മത്ത് അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് വേണ്ടി ജീവിതവും മാറ്റിവെക്കുന്ന പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിന്റെ മേഖലയിൽ മറ്റൊരു പരിഗണനകളും കൂടാതെ എല്ലാവരെയും വിശാലമായി ഉൾക്കൊള്ളുന്ന ഒരു മേഖലയിലേക്കാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം കേരളത്തിലെ യുവലോകത്തെ ഒന്നിച്ചു ക്ഷണിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, മൻ അഗാഥ മൽഹൂഫൻ കതബല്ലാഹു ലഹു 73 മഗ്ഫിറ. ഒരു കഷ്ടപ്പെടുന്നവനെ, ആവശ്യക്കാരനെ, അത്യാവശ്യക്കാരനെ ആരെങ്കിലും സഹായിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് 73 മഗ്ഫിറത്ത് രേഖപ്പെടുത്തും. ആ രേഖപ്പെടുത്തുന്ന മഗ്ഫിറത്തുകളിൽ നിന്ന് മഗ്ഫിറത്തുൻ വാഹിദ മിൻഹ, അതിൽ നിന്ന് ഒന്ന്, ഫീഹാ സ്വലാഹുൻ ലി അംരിഹി കുല്ലി, അയാളുടെ എല്ലാ വിഷയത്തിനുമുള്ള നന്മയും പരിഹാരവും അതിലുണ്ട്. വസിന്ദാനി വസബഊന ഇലാ യൗമിൽ ഖിയാമ,
ശേഷിക്കുന്ന 72 അള്ളാഹു മാറ്റിവെച്ചിരിക്കുന്നത് ആ നല്ല മനുഷ്യന്റെ പാരത്രിക ലോകത്തെ ഉന്നതമായ വിജയത്തിന് വേണ്ടിയാണ്. ഇതിൽ നിന്നുള്ള തിരിച്ചറിവോടുകൂടി പടപ്പുകൾക്ക് വേണ്ടി, അടിയാറുകൾക്ക് വേണ്ടി, മനുഷ്യരും മനുഷ്യേതരരുമായ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാനുള്ള ആഹ്വാനമാണ് സമർപ്പിത യൗവനം വിളിക്കുന്ന മുദ്രാവാക്യം. ഇതിനൊരു സംസ്കാരമാണ്. ആ സംസ്കാരം മഹത്തായ ഇസ്ലാമിന്റെ സംസ്കാരമാണ്. മനുഷ്യൻ രണ്ടുകാലിൽ നിവർന്നു നിൽക്കുന്ന ജീവി എന്നാണ് ആധുനിക നരവംശാസ്ത്രം അതിനെ വിളിക്കുക. നരവംശാസ്ത്രത്തിന്റെ നിർവചനത്തിൽ മനുഷ്യൻ നിവർന്നു നിൽക്കുകയും ചിരിക്കുകയും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ജീവിയാണ്. ഈ ആകാര സൗഷ്ഠവമുള്ള ജീവിയെ, ആകാര സുഭഗതയുള്ള ജീവിയെ, ആത്മീയമായ സുഭഗതകൾ കൂടി ചേർത്തിട്ട് മനുഷ്യനാക്കുന്ന ഘട്ടത്തെക്കുറിച്ചാണ് വിശുദ്ധ ഇസ്ലാം സംസാരിക്കുന്നതും വിശുദ്ധ ഇസ്ലാം ലോകത്തോട് സംവദിക്കുന്നതും. ബാഹ്യമായ സൗഷ്ഠവങ്ങൾ സംസ്കാരത്തിന്റെ അടയാളങ്ങളാകാമെങ്കിലും ആന്തരികമായ സുഭഗതക്ക് വിശ്വാസം അനിവാര്യമാണെന്നും വിശ്വാസം, ഈമാൻ ആ മനുഷ്യന്റെ പൂർത്തീകരണത്തിന്, സമ്പൂർണതക്ക്, ന്യൂനതകളിൽ നിന്ന് ആ മനുഷ്യനെ വിമുക്തനാക്കാൻ വഴിയൊരുക്കുകയും ചെയ്യും എന്നുള്ള അറിവ് ലോകത്തിന് നാം ഒരിക്കൽ കൂടി കൈമാറുകയാണ്. മഹത്തായ ഇസ്ലാമിന്റെ സംസ്കാരം. ആ ഇസ്ലാമിന്റെ സംസ്കാരം വേഷത്തിലുണ്ട്, സംസാരത്തിൽ വേണം, പെരുമാറ്റങ്ങളിൽ വേണം, ഇടപെടലുകളിൽ വേണം. ഈ എല്ലാം ചേർന്ന് അതിശ്രേഷ്ഠമായ ഒരു സംസ്കാരത്തെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം ആധുനിക യുവതയോട് സുഭഗതകളിലും ആലസ്യങ്ങളിലും ചിലപ്പോൾ ആസുരതകളിലും അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന യുവലോകത്തോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പടപ്പുകൾക്ക് വേണ്ടി, പടപ്പത്തരങ്ങൾക്ക് വേണ്ടി സമർപ്പിതരാകാനുള്ള ആഹ്വാനം സമസ്ത കേരള സുന്നി യുവജന സംഘം ശക്തമായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഈ നാട്ടിലെ മുഴുവൻ യുവാക്കളെയും SYS ക്ഷണിക്കുകയാണ് 60ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഒരുക്കപരമായ പ്രചരണപരമായ പരിപാടികളിലേക്ക് മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളിലും സമ്മേളനാനന്തരം നടക്കുന്ന സകല മുന്നേറ്റങ്ങളിലേക്കും എല്ലാവരുടെയും പിന്തുണ ഈ അവസരത്തിൽ സമസ്ത കേരള സുന്നി യുവജന സംഘം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും വിനീതമായി എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി എന്ന് പറഞ്ഞാൽ സമസ്ത കേരള സുന്നി യുവജന സംഘം രൂപീകൃതമായത് 1954 54 മുതൽ കേരളക്കരയിലെ ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി സമസ്ത കേരള സുന്നി യുവജന സംഘം അഹ്ലുസുന്നയുടെ ആദർശ വഴിയിൽ നിന്നുകൊണ്ട് മത നവീകരണവാദത്തെ ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ട് അതിന്റെ കടവേരറുത്തുകൊണ്ട് അതിന്റെ അടിവേരറുത്തുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തെയും ലോകത്തെയും നന്മയുടെ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വിധികത്ത് എന്നത് ഞാൻ പറയേണ്ടുന്ന ആവശ്യമില്ല. വിശ്വാസപരമായും അനുഷ്ഠാനപരമായും മതസംഹിതകളിൽ സ്ഥിര പ്രതിഷ്ഠ നേടിയതല്ലാത്ത, അതിന്റെ പരിധിയിൽപ്പെടാത്ത, അതിന്റെ ഉള്ളിൽപ്പെടാത്ത മത നവീകരണവാദത്തെയാണ് ബിദ്അത്ത് എന്ന അറബി പദത്തിലെ സാങ്കേതിക സംജ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് തൽക്കാലം ഞാൻ വ്യക്തമാക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു അൻ യഖ്ബല അമല സ്വാഹിബി ബിദ്അ, പുത്തൻവാദിയുടെ പ്രവർത്തനങ്ങളെ, അമലുകളെ അമലുൻ സ്വാലിഹായി സ്വീകരിക്കാൻ റബ്ബ് തആല ഒരുക്കമല്ലെന്നും അത് സാധ്യമല്ലെന്നും, ഹത്താ യദഅ ബിദ്അതുഹു, അയാളുടെ പുത്തൻ ചിന്ത, വ്യതിയാന ചിന്ത, മതനവീകരണവാദത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പശ്ചാത്താപ മനസ്സോടുകൂടി ആ മനുഷ്യൻ പിൻവാങ്ങുന്നത് വരെ അല്ലാഹു ആ മനുഷ്യന്റെ അമലുകൾ സ്വീകരിക്കുകയില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം, ഈ ആദർശ പ്രസ്ഥാനം കഴിഞ്ഞ 60ലേറെ വർഷമായി SYS-ലൂടെ, അതുപോലെ തന്നെ 1925 മുതൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ, അതിനു മുമ്പ് മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം തൊട്ട്
പരിചിതമായ വിശ്വാസപരവും അനുഷ്ഠാനപരവുമായ കർമ്മ മേഖലകളിലൂടെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് കേരളത്തിലെ യുവാക്കളോട്, കേരളത്തിലെ ബഹുജനങ്ങളോട് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം മുന്നേറണമെന്നും നമ്മുടെ ക്രയശേഷിയെയും കായിക ബലത്തെയും മസിൽ പവറിനെയും വൈകാരികമായി അപക്വമായി ഉപയോഗപ്പെടുത്തുന്ന പ്രവണതകൾ ഉണ്ടെങ്കിൽ അതിനെതിരെയും നാം മുമ്പോട്ട് പോകണം. ജീവിതം നമ്മെ ചിന്തിക്കാൻ പഠിപ്പിച്ചു എന്ന് ഹെയ്സൺ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിന്ത എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം വിലപിച്ചിട്ടുമുണ്ട്. ഈ വെളിപ്പെടുത്തലിന്റെയും വിലാപത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു കാര്യം നമുക്ക് ബോധ്യം വരുന്നു. മനുഷ്യന്റെ യുക്തി എന്ന് പറയുന്ന കേവല യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഉരുവം കൊള്ളുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവയോ പ്രഖ്യാപിക്കപ്പെടുന്നവയോ മനുഷ്യകുലത്തിന്റെ ജീവിത വിജയത്തിന് ഒട്ടും അഭികാമ്യമോ സംഗതമോ അല്ല. ജീവിക്കുന്ന ലോകത്തേക്ക് പോലും സംഗതമല്ല. പിന്നെയല്ലേ വരാനിരിക്കുന്ന പാരത്രിക ലോകത്തെ വിജയത്തിന് കൂടി അത് ഉപയുക്തമാവുക എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മഹത്തായ ഇസ്ലാമിന്റെ ശരിയായ ആദർശത്തെയും അതിന്റെ സംഹിതകളെയും നാം മനസ്സിലാക്കുക. ആ സംഹിതകളെ, വിശ്വാസപരമായി ഇസ്ലാമിക സംഹിതകളെ ഒറ്റ പേരിൽ തൗഹീദ് എന്ന് വിളിക്കുമ്പോൾ ആ തൗഹീദ് എന്ന ഈ സംജ്ഞ മുവഹ്ഹിദുകളെ മുശ്രിക്കാക്കാൻ ഉപയോഗപ്പെടുത്തേണ്ടുന്ന ഒരു സംജ്ഞയായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന പരിതാപകരവും അതോടൊപ്പം തന്നെ അപകടകരവുമായ ഒരവസ്ഥ കേരളക്കരയിൽ ഒറ്റയും തറ്റയുമായി ചില മുക്കുമൂലകളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു, സത്യം തിരിച്ചറിഞ്ഞു, മനുഷ്യൻ എന്ന അർത്ഥത്തിലേക്ക് ഉയർന്നു, പാരസ്പര്യത്തിന്റെ എല്ലാവിധ മേഖലകളിലേക്ക് വന്നു, സ്നേഹവും സൗഹാർദ്ദവും സഹിഷ്ണുതയും മുഖമുദ്രയായി നാം സ്വീകരിക്കുക. നാം ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. ലോകത്ത് ബഹുസ്വര സമൂഹമേ ഉള്ളൂ. ഈ ബഹുസ്വരതയെ ഉൾക്കൊള്ളാൻ പോകുന്ന സഹിഷ്ണുതാപരമായ നിലപാട് സ്വീകരിക്കുക എന്ന ഇസ്ലാമിക സംഹിതയുടെയും സംസ്കാരത്തിന്റെയും ആദർശത്തിന്റെയും ശരിയായ വശം നാം മനസ്സിലാക്കുക. നാം ഒരിക്കലും പ്രകോപിതരാകാൻ പാടില്ല. നാം ഒരിക്കലും പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാനും പാടില്ല. വൈകാരികമായി നാം ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ കൈകൾ ഉയരേണ്ടത് തിന്മയ്ക്കെതിരെയാണ്, നന്മയുടെ മുമ്പിലേക്കല്ല. ശരിയായ വഴിയിലൂടെയാകണം നമ്മുടെ വാക്കുകളുടെ സഞ്ചാരം. നമ്മുടെ മനോമണ്ഡലത്തിന്റെ, ചിന്താപരമായ വ്യാപാരത്തിന്റെ, ബൗദ്ധികമായ വ്യായാമത്തിന്റെ എല്ലാ തലങ്ങളും നന്മയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതുകൊണ്ട് ഈ സമർപ്പിത യൗവനം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശാലമായ ഭൂതലത്തിൽ നാം അധിവസിക്കുന്ന കൊച്ചുതുരുത്തിലായാൽ പോലും പ്രപഞ്ചത്തിന്റെ വിശാലതയും ഭൂമിയുടെ ശ്രേഷ്ഠതയും മനസ്സിലാക്കി മനുഷ്യനെന്ന തന്റെ ദൗത്യപരമായ പ്രവർത്തനത്തിന് വ്യവസ്ഥാപിതമായ മാർഗത്തിൽ നിന്നുകൊണ്ടുള്ള സമർപ്പണമാണ്, പോരാട്ടമാണ്, പ്രവർത്തനമാണ് എന്ന് മാത്രം ഈ സമയത്ത് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിയിട്ട് SYSന്റെ 60ാം വാർഷിക മഹാസമ്മേളനത്തിൽ നാം വിളിക്കുന്ന ശീർഷകം സമർപ്പിത യൗവനം, സാർത്ഥക മുന്നേറ്റം എന്നതാണ്. ഇതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്കൊക്കെ ബഹുമാന്യരായ ഉസ്താദുമാരും നമ്മുടെ ബഹുമാന്യരായ നേതാക്കളും കടന്നു വരുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അള്ളാഹു നന്മയുടെ ഭാഗത്തു നിന്ന് ജീവിതാന്ത്യം വരെ ഭാഗത്തോട് നിന്ന് ജീവിതാന്ത്യം വരെ വ്യവസ്ഥാപിത മാർഗത്തിൽ ദീനീ സേവനത്തിന്, സാമൂഹ്യ സേവനത്തിന്, സമർപ്പണത്തിന് എല്ലാവർക്കും അവസരം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. പതിറ്റാണ്ട് കാലം, 30 വർഷം സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായും പ്രസിഡന്റായും ധീരമായി നമുക്ക് നേതൃത്വം തന്ന മഹത്തായ ശക്തമായ സംഘടനയെ
ഇന്ന് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചത് സുൽത്താൻ അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ പ്രഖ്യാപന സമ്മേളനമാണ്, പ്രസംഗമാണ് നടത്തുന്നത്. അതിനുവേണ്ടി എല്ലാ ആദരവോടെയും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിന്റെ സ്വാഗത സംഘ പ്രഖ്യാപന സമ്മേളനം നടക്കുന്നു. സ്വാഗത സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ പേരുവിവരം മാത്രം ഉസ്താദിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി ഇവിടെ മുന്നിൽ വെക്കുന്നു. അവതരിപ്പിച്ചു കഴിഞ്ഞ് ഉസ്താദ് അത് നമ്മെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന സമയത്ത് മാത്രം തക്ബീർ ചൊല്ലി അംഗീകരിക്കണമെന്ന് ആദ്യമായി അറിയിക്കുന്നു. നമ്മുടെ സ്വാസംഘത്തിന് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ പ്രാമാണിക നേതൃത്വം എന്ന അഡ്വൈസറി കൗൺസിൽ AC ആണ്. രണ്ടാമത്തേത് ഗവേണിംഗ് കൗൺസിൽ GC എന്നറിയപ്പെടും. മൂന്നാമത്തേത് എക്സിക്യൂട്ടീവ് കൗൺസിൽ EC എന്നും അറിയപ്പെടും. അഡ്വൈസറി കൗൺസിൽ ചെയർമാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദ്. ജനറൽ കൺവീനർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഖമറുൽ ഉലമ AP ഉസ്താദ്. ഗവേണിംഗ് കൗൺസിൽ ചെയർമാൻ SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. വൈസ് ചെയർമാൻ സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി. ജനറൽ കൺവീനർ C മുഹമ്മദ് ഫൈളി. എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി. ജനറൽ കൺവീനർ MN കുഞ്ഞഹമ്മദ് ഹാജി. കൺവീനർ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി. ട്രഷറർ അബ്ദുൽ കരീം ഹാജി ചാലിയം. വൈസ് ചെയർമാൻമാർ KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, സയ്യിദ് ഹബീബ് കോയ തങ്ങൾ, അബൂ ഹനീഫ് അൽ ഫൈസി തന്നല, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, പ്രൊഫസർ KMA റഹീം സാഹിബ്, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, MN സിദ്ദീഖ് ഹാജി, PKM സഖാഫി ഇരിങ്ങല്ലൂർ. കൺവീനർമാർ CP സയ്യിദുൽ മാസ്റ്റർ, മജീദ് കക്കാട്, മുഹമ്മദ് പറവൂർ, മാളിയേക്കൽ സുലൈമാൻ സഖാഫി, മുസ്തഫ കോടൂർ, M മുഹമ്മദ് സാദിഖ്, അബ്ദുൽ കലാം മാവൂര്, അബ്ദുറഹ്മാൻ സഖാഫി ഊരകം, മജീദ് അരിയല്ലൂർ. അഡ്വൈസറി കൗൺസിൽ അംഗങ്ങൾ എന്നിരായ KP ഹംസ മുസ്ലിയാർ ചിത്താരി, സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ, സയ്യിദ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ, സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ മലേഷ്യ, സയ്യിദ് ഫസൽ തങ്ങൾ കൂറ തങ്ങൾ, E സുലൈമാൻ മുസ്ലിയാർ, കോട്ടു കുഞ്ഞു മുസ്ലിയാർ, N ബാവ മുസ്ലിയാർ വൈലത്തൂർ, AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം, AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഹൈദ്രോസ് മുസ്ലിയാർ കൊല്ലം, അലി മുസ്ലിയാർ കുമരമുത്തൂർ, അലിക്കുഞ്ഞു മുസ്ലിയാർ ഷിറിയ, ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം, A അഹമ്മദ് കുട്ടി ഹാജി എറണാകുളം, MM ഹനീഫ മൗലി ആലപ്പുഴ, VM കോയ മാസ്റ്റർ. GC അംഗങ്ങൾ P ഹസൻ മുസ്ലിയാർ വയനാട്, താഴപ്പുറ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, അബ്ദുള്ള മുസ്ലിയാർ താന്നാളൂർ, അബ്ദുൽ മുസ്ലിയാർ താന്നാളൂർ, കോടമ്പുഴ ബാ മുസ്ലിയാർ, അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൽത്തറ, അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ സാഹിബ്, മൻസൂർ ഹാജി ചെന്നൈ, അപ്പോള മൂസ ഹാജി, കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി, A സൈഫുദ്ദീൻ ഹാജി, KP മുഹമ്മദ് ഹാജി നീലഗിരി, ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസി ചെറുവാടി. ബാക്കി ബ്ലോക്കുകളും സബ് കമ്മിറ്റികളും ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ പ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം സമയം പോലെ അവതരിപ്പിക്കുന്നതാണ്. എന്നിരായ ഉസ്താദിനെ ഈ നേതൃത്വത്തിന്റെ കീഴിലുള്ള സ്വാഗത സംഘത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان ولم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الحمد لله الذي هدانا لهذا ما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد الله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله